കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. കർത്താവ് ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ മറ്റുള്ളവർക്ക് തനിക്കുള്ളത് പങ്കിട്ട് കൊടുക്കുന്ന ഒരു ജീവിതത്തിന് ഉടമകളായിരിക്കണം എന്നുള്ളതാണ്. കൊടുക്കുന്നത് ജീവിതത്തിൽ നഷ്ടമല്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അത് കൊടുക്കുന്നത് പോലെയല്ല, അതിലധികമായിട്ട് നൽകും. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ സാരെഭാത്തിലെ വിധവയുടെ ഭവനത്തിൽ ഏലിയാവ് ചെന്ന് ചേർന്നു വെള്ളം ചോദിച്ചു. വെള്ളമെടുക്കാൻ വിധവയായ സ്ത്രീ പോകുമ്പോൾ ഒരു ചെറിയ അട കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അല്പം മാവും അല്പം എണ്ണയുള്ളൂ, അതുകൊണ്ട് അടയുണ്ടാക്കി ഭക്ഷിച്ച് മരിക്കുവാൻ ആ വിധവയും മകനും ഇരിക്കുക. എന്നാൽ ആ പ്രവാചകൻ്റെ ദൈവദാസൻ്റെ വാക്കിന് ആ വിധവയായിരിക്കുന്ന സ്ത്രീ തങ്ങൾക്കുള്ളതിൽ നിന്ന് അവനൊരു അട ഉണ്ടാക്കി കൊടുത്തു. അവൾ ആ അട കൊടുത്ത ആ നിമിഷം മുതൽ ദൈവം അവൾക്ക് കൊടുക്കുവാൻ തുടങ്ങി. ക്ഷാമകാലഘട്ടമാണ്, എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധിയാണ്. എന്നാൽ അവളുടെ കലത്തിൽ മാവ് കുറഞ്ഞു പോയില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മാവെടുക്കുമ്പോൾ അതിൽ നിന്ന് മാവ് എടുക്കത്തക്കവണ്ണം അതിൽ ദൈവം മാവ് നിറച്ചു. ഭരണിയിലെ എണ്ണ അടയ്ക്ക് വേണ്ടി ഉപയോഗിക്കും തോറും അതിൽ നിറവിൻ്റെ അനുഭവം ദൈവം കൊടുത്തു. മറ്റുള്ളവർക്ക് നിനക്കുള്ളത് പങ്കിടുന്നത് ദൈവവൈതലേ നിൻ്റെ ജീവിതത്തിൽ നഷ്ടമല്ല, അത് നിനക്ക് നേട്ടമാണ്. അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. അപ്പോസ്തലപ്രവൃത്തി 10:4 നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ചാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി ചെലവിടുവാൻ കഴിയുന്നുവെങ്കിൽ സ്വർഗം കടക്കാരനല്ല, ദൈവം സ്വർഗീയ ഭണ്ഡാരം തുറന്ന് നിനക്ക് നൽകി നിന്നെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനത്രേ.